നമസ്കാരം, ജാങ്കോ ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും സംസാരിക്കുന്നത് എങ്ങനെ നമുക്ക് വെബ് പേജിലേക്ക് CSS അതേപോലെ തന്നെ ജാവാസ്ക്രിപ്റ്റ്, ഇമേജ് ഇങ്ങനെയുള്ള ഫയലുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിക് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ജാങ്കോ എന്ന് പറയുന്നത് ഒരു വെബ് ബേസ്ഡ് ഫ്രെയിം വർക്കാണ്. അതായത് ഒരു വെബ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഫ്രെയിം വർക്കാണ്. വെബ് ആപ്ലിക്കേഷൻസുകളൊക്കെ റൺ ചെയ്യുന്നത് ഒരു ബ്രൗസറിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഒരു ബ്രൗസറിന് മനസ്സിലാവുന്നത് അതിൻ്റെ സ്ക്രിപ്റ്റ്, അതായത് സ്ട്രക്ചർ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, HTML-ഉം അതേപോലെ അതിനൊക്കെ ആവശ്യമായിട്ടുള്ള ഡിസൈൻസുകളൊക്കെ ചേർത്ത് കൊടുക്കാനും നമ്മൾ CSS-ഉം അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് നടക്കേണ്ട കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാനും നമ്മൾ എന്ത് ചെയ്യും, ജാവാസ്ക്രിപ്റ്റും ഉപയോഗിക്കും. അപ്പോൾ നമ്മൾ ടെംപ്ലേറ്റ്സ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ ഇതിലേക്ക് HTML ഫയലുകൾ ചേർത്ത് കൊടുക്കാമെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെ സ്റ്റാറ്റസ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം, അതിലെങ്ങനെ ജാവാസ്ക്രിപ്റ്റ് അതേപോലെ CSS ഇങ്ങനെയുള്ള ഫയലുകളൊക്കെ നമുക്ക് എങ്ങനെ ചേർത്ത് കൊടുക്കാമെന്നും അതെങ്ങനെ നമ്മുടെ വെബ് ആപ്ലിക്കേഷനിൽ വർക്ക് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റാറ്റിക് ഫയലുകളൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആപ്പ് ഡയറക്ടറിൻ്റെ ഉള്ളിൽ, അതായത് ആപ്പ് ഡയറക്ടറി എന്ന് പറയുന്നത് നമ്മളിവിടെ സ്റ്റുഡൻ്റാണ്, മൈ സൈറ്റ് എന്ന് പറയുന്നത് നമ്മളെ പ്രൊജക്റ്റിൻ്റെ പേരാണ്. അപ്പോൾ ഈ ആപ്പ് ഡയറക്ടറിൻ്റെ ഉള്ളിൽ, സ്റ്റുഡൻ്റ് എന്നുള്ള ആപ്പ് ഡയറക്ടറിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോൾഡറിൻ്റെ പേര് സ്റ്റാറ്റിക് എന്നതിന് ചേർത്ത് കൊടുത്തു. ഈ പേരെന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക, സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുത്തു. ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, സിമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഈ വെബ് പേജാണ്. ഓക്കെ, ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിൽ നമ്മളൊരു ചെറിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു CSS ഫയലാണ്. ആ ഫയലിൻ്റെ പേര് ഞാൻ എന്ത് ചെയ്തു, style.css എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഇമേജ് അതേപോലെ ലൈബ്രറി ഫയൽസ് അതേപോലെ തന്നെ മറ്റു ജാവാസ്ക്രിപ്റ്റ് ഫയൽ, അങ്ങനെ ഏത് തരത്തിലുള്ള ഫയലുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ ഈ സ്റ്റാറ്റിക് എന്നുള്ള ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ആ ഫയലുകളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ സിമ്പിളായിട്ട് ഇതിൻ്റെ ഉള്ളിൽ style.css എന്ന പേരിലൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ അധികം കോഡുകളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ബോഡി എന്നുള്ളൊരു ടാഗ് ഇട്ടു. അതിനുശേഷം ബാക്ക്ഗ്രൗണ്ട് കളർ, നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറായിട്ട് സെറ്റ് ചെയ്യാനൊരു കളർ ഞാൻ ഇവിടുന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു. ബാക്കി നമുക്കിതിലേക്ക് CSS-കളൊക്കെ എങ്ങനെ ആഡ് ചെയ്യാം, തുടർന്ന് അധികം CSS-കൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് തുടർന്ന് സംസാരിക്കാം. ഇപ്പോൾ നമ്മൾ ഇത്ര മാത്രമാണ് ഇതിൻ്റെ ഉള്ളിൽ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ആപ്പിനുള്ളിൽ വരുന്ന, അതായത് നമ്മളെ മെയിൻ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ വരുന്ന സെറ്റിങ്സ് എന്ന ഫയലിൻ്റെ ഉള്ളിൽ നമ്മളിവിടെ ടെംപ്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതേ രൂപത്തിൽ തന്നെ ഇതിൻ്റെ ഏതാണ്ട് ഈ ഭാഗത്തൊക്കെ ആയിട്ട് സ്റ്റാറ്റിക് URL എന്നുള്ളതിൻ്റെ താഴെയായിട്ട് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സ്റ്റാറ്റിക് ഫയൽസ് എന്ന് ചേർത്ത് കൊടുക്കുക, ഫയൽസ് _ഡയറക്ടറീസ് എന്ന് ചേർത്തു. എന്നിട്ട് ഇവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ടൈപ്പ് ചെയ്യാണ് OS. ഈ OS എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം. അത് ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഇവിടെ എറർ കാണിക്കുന്നത്. അത് നമുക്ക് തുടർന്ന് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് ഇവിടെ വന്ന് പാത്ത്, അതിനുശേഷം ഇവിടെ വന്ന് ജോയിൻ എന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ വന്ന് ഒരു ബ്രാക്കറ്റ് കൂടി ഇടുക. എന്നിട്ട് ബേസ് TIR എന്ന് ചേർത്തു. ഒരു കോമ ഇട്ടതിന് ശേഷം സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം ഈ OS എന്നുള്ളത് ഇവിടെ ഇമ്പോർട്ട് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ എറർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ഈ ഭാഗത്തായിട്ട് നമ്മൾ ഇമ്പോർട്ട് OS എന്നുകൂടി നമ്മളിവിടുന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ആ എറർ ഇവിടുന്ന് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ OS എന്നുള്ളത് ഇതിലേക്ക് ഇമ്പോർട്ട് ആയിട്ടുണ്ടാവും. ഇവിടെ ആ പാക്കേജ് ഇമ്പോർട്ട് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആ OS എന്നുള്ള ഭാഗത്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ എറർ ഇവിടുന്ന് മിസ്സായിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ HTML ഫയൽ, അതായത് നമ്മൾ ഇൻഡെക്സ് എന്നുള്ള ഫയലിലേക്ക് നമുക്ക് പോകാം. അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഈ രൂപത്തിൽ ബ്രാക്കറ്റ് എഴുതുക. എന്നിട്ടൊരു %സിമ്പിൾ ഇടുക. ഇതിൻ്റെ ടെംപ്ലേറ്റ്സിങ് എന്നാണ് പറയുന്നത്, ജിഞ്ചാ കോഡ് അല്ലെങ്കിൽ ടെംപ്ലേറ്റ്സ് എന്നൊക്കെ പറയും. ലോഡ് എന്ന് എഴുതുക. അതിനുശേഷം സ്റ്റാറ്റിക് എന്ന് ചേർത്ത് കൊടുക്കുക. വീണ്ടും ഇതോടെ വെച്ച് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിൽ ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കൽ നിർബന്ധമാണ്. ഇനി നമുക്ക് സാധാരണ നമ്മൾ CSS ഒരു വെബ് പേജിലേക്ക് ഇമ്പോർട്ട് ചെയ്യാൻ നമ്മൾ ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ലിങ്ക് റിലേഷന് സ്റ്റൈൽ ഷീറ്റ് HREF, ഈ HREFൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാം, ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഒരു % സിമ്പിൾ ഇടുക. എന്നിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക
സ്റ്റാറ്റിക് സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ് നമ്മൾ ആ CSS ഫയൽ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഇതിവിടെ വെച്ച് ക്ലോസ് ചെയ്തു. എന്നിട്ട് വീണ്ടും ഇവിടെ പെർസെൻറ്റേജ് സിമ്പൽ ഇട്ടു. അതിനുശേഷം അറ്റ് ലാസ്റ്റ് ഇതുപോലെ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നുകൂടി റൺ ചെയ്യിപ്പിക്കാം. അപ്പോൾ റൺ ചെയ്യിപ്പിക്കാൻ ഇവിടെ വന്ന് പൈത്തൺ സ്പേസ് manage.py സ്പേസ് റൺ സെർവർ എന്ന് ടൈപ്പ് ചെയ്ത് റൺ ചെയ്യിപ്പിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ പേജ് റൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. ഈ ഫയൽ ഒന്ന് റീലോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നോക്കൂ, നമുക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആ കളറ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇത്ര വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് നമുക്ക് ഈ രൂപത്തിൽ CSS അല്ലെങ്കിൽ ജാവാസ്ക്രിപ്റ്റ് അല്ലെങ്കിൽ അതുപോലുള്ള ഫയലുകളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് കോണ്ടാക്റ്റിലേക്ക് ആ ഫയൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഏറ്റവും മുകളിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, പെർസെൻറ്റേജ് ഇടുക. അതിനുശേഷം ഇവിടെ വന്ന് ലോഡ് സ്റ്റാറ്റിക് എന്ന് എഴുതുക, സ്റ്റാറ്റിക്. എന്നിട്ട് ഇവിടെ വന്ന് ഇത് അവസാനിപ്പിച്ചു. ഇത്രയും ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ ഏതാണ്ട് ഈ ഭാഗത്ത് ഇവിടെ ആയിട്ട് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക ലിങ്ക് റിലേഷന്. എന്നിട്ട് ഇവിടെ വന്ന് വീണ്ടും ബ്രാക്കറ്റ് ഇട്ടു. അതിനുശേഷം സ്റ്റാറ്റിക് എന്ന് ചേർത്തു. സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ നമ്മൾ ആ ഫയലിൻ്റെ പേരെന്താണോ അത് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, style.css. എന്നിട്ട് സിംഗിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്തു, പെർസെൻറ്റേജ് ഇട്ടു, ബ്രാക്കറ്റ് ഇവിടെ വെച്ച് ക്ലോസ് ചെയ്തു. ഇനി നമുക്കിവിടെ വന്ന് കോണ്ടാക്റ്റ് എന്നുള്ള പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം, എന്താണ് നമുക്കിവിടെ ഔട്ട്പുട്ട് കിട്ടണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കോണ്ടാക്റ്റ് പേജ് റൺ ചെയ്യിക്കുമ്പോഴും നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് ആ CSS അപ്ലൈ ആയി വന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ വളരെ സിമ്പിളായിട്ട് നമ്മുടെ ജാങ്കോ ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് CSS ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒന്നുകൂടി ഞാൻ റിമൈൻഡ് ചെയ്യാണ്. ആദ്യം എന്ത് ചെയ്യുക, സ്റ്റാറ്റിക് എന്ന ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാറ്റിക് ഫയൽ ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം ഇവിടെ വന്ന് സെറ്റിങ്സ് എന്ന ഫയലിൽ പോയതിന് ശേഷം ഇവിടെ വന്ന് സ്റ്റാറ്റിക് ഈ രൂപത്തിൽ ടൈപ്പ് ചെയ്യുക. സ്റ്റാറ്റിക് ഫയൽ ഡയറക്ടറി ഈക്വൽ ടു ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം OS പാത്ത് ജോയിൻ ബേസ് ഡയറക്ടറി എന്നിട്ട് സ്റ്റാറ്റിക് ഇട്ട് കൊടുക്കുക. ഈ OS എന്ന് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് ഏറ്റവും മുകളിൽ നമുക്കിവിടെ വന്ന് എന്ത് ചെയ്യണം, ഇമ്പോർട്ട് OS എന്ന് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇൻഡെക്സ് എന്ന ഫയലിൽ പോയിട്ട് ഏറ്റവും മുകളിൽ നമ്മൾ ലോഡ് സ്റ്റാറ്റിക് എന്നും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, സാധാരണ നമ്മൾ ഒരു വെബ് പേജിലേക്ക് എക്സ്റ്റേണൽ CSS യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ നമ്മൾ കോഡ് കൊടുക്കുന്നത് ആ രൂപത്തിൽ നമ്മളിവിടെ വന്ന് ലിങ്ക് റിലേഷൻ സ്റ്റൈൽ ഷീറ്റ് HREF എന്നിട്ടതിന് ശേഷം ഡബിൾ കൊട്ടേഷനുള്ളിൽ നമ്മൾ ആ ഫയലും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സിമ്പിളായിട്ട് കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് സ്റ്റാറ്റിക് ഫയൽ ആഡ് ചെയ്യാം, അതെങ്ങനെ യൂസ് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട് അതില്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷനോ ഏതെങ്കിലും ഭാഗത്ത് വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.